ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹത്തോടെ ആദരവോടും കൂടി എല്ലാവർക്കും വന്ദനം. വലിയ നോമ്പിനെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകുന്നത്. കുറച്ച് മൗനം ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പാലിക്കാനും ആരംഭിപ്പാനും സാധിക്കുമോ, സാധിക്കേണ്ടതാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വിചാരത്തിൽ ഓർത്തതും ഓർമ്മപ്പെടുത്തിയതുമൊക്കെ. നോമ്പ് ക്രിസ്തുവിനോ തേടിയുള്ള യാത്ര, ക്രിസ്തുവിൻ്റെ ഒപ്പമുള്ള യാത്രയൊക്കെയാണ്. ഉപവാസം ഒപ്പമുള്ള വാസമാണ്, യേശുവിൻ്റെ ഒപ്പമുള്ള വാസമാണ്. അതുകൊണ്ട് ഷാഠ്യങ്ങളല്ല, എന്നാലും പറ്റാവുന്നതുപോലെ നമ്മൾ ഭക്ഷണകാര്യങ്ങളിൽ ഒന്ന് വേറിട്ട് നിൽക്കേണ്ടതാണ്. വല്ലാത്ത നിർബന്ധ ബുദ്ധിയല്ല. ഒരു വലിയ ലക്ഷ്യമുള്ള ഏതൊരാളും ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് കുടുങ്ങുകയും ചെയ്യാതിരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും. ചില വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകൾ അല്ലേ, ഒരു തയ്ക്കുന്ന സൂചി അന്വേഷിച്ചു പോകുന്ന ഒരാൾക്ക് ഒരു പൊൻസൂചി പോലും അപ്രസക്തങ്ങളായ കാര്യങ്ങളാണത്രേ അല്ലേ. തയ്ക്കുന്ന സൂചി അന്വേഷിച്ചു പോകുന്ന ഒരാൾക്ക് അതിനിടയിൽ കണ്ടുകിട്ടുന്ന ഒന്നും തന്നെ തനിക്ക് പ്രിയപ്പെട്ടതോ വേണ്ടതോ അല്ല. ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനിടയിലുള്ള പല കാര്യങ്ങളെയും ഒന്ന് വിട്ടുകളയാനായിട്ട് പറ്റൂ. ഇപ്പോൾ നമുക്ക് ഭൗതികത വലിയ ലക്ഷ്യമായിട്ടുള്ളത് കൊണ്ട് ഇത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആത്മീയതയെ വിട്ടുകളയുന്നത്, കണ്ടില്ല എന്ന് നടിക്കുന്നത്, മറികടക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ള യാത്ര, ക്രിസ്തുവിലേക്ക് കുറച്ചും കൂടി അടുത്തു വരാനുള്ള പരിശ്രമങ്ങളൊക്കെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ബോധപൂർവം ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, ഒരു കൗതുകത്തിനാണെങ്കിൽ പോലും ക്രിസ്തു അകന്നു നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ച ഇടങ്ങളും കാര്യങ്ങളും നിലപാടുകളും എന്തെല്ലാമായിരുന്നു. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിന്ന് ബോധപൂർവം അകറ്റി നിർത്തിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ക്രിസ്തുവിനെ അറിയുവാനും ആ അവബോധത്തിലായിരിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ക്രിസ്തു ബോധപൂർവം തൻ്റെ ജീവിതത്തിനകത്ത് അകലം പാലിച്ച ഇടങ്ങൾ, കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു. ഒന്ന്, 3 തരം മനുഷ്യരോട് ക്രിസ്തു ബോധപൂർവം ഒരു അകലം പാലിക്കുന്നുണ്ട്. 3 തരം മനുഷ്യരോട് ക്രിസ്തു ബോധപൂർവം അകലം പാലിക്കുന്നുണ്ട്. ഒന്ന്, സമ്പത്തിനെ ദൈവത്തിന് മീതെ കാണുന്ന മനുഷ്യർ. അത്തരം ആളുകളോട്, അവരുടെ ജീവിതത്തിലെ നിലപാടുകളോട് ക്രിസ്തുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുന്നില്ല. ദൈവത്തിന് മീതെ സമ്പത്തിനെ പ്രതിഷ്ഠിച്ച ആളുകളാണ്. യേശു പറഞ്ഞു, സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം. ഭൂമിയിലെ ബുദ്ധിയുള്ള സമ്പന്നര് ഇത് കേട്ടപ്പോൾ മുതൽ, അറിഞ്ഞപ്പോൾ മുതൽ സമ്പത്തിനോടുള്ള അവരുടെ ആർത്തിയെ കുറയ്ക്കുവാനല്ല അവർ ശ്രമിക്കുന്നത്. പകരം കണ്ടെത്തിയ മാർഗം എങ്ങനെയെങ്കിലും സൂചിയുടെ കൂടെ കുറച്ചുകൂടി വലുതാക്കി ഒട്ടകത്തെ കടത്താൻ പറ്റുമെന്നുള്ളതാണ്. അത്രമാത്രം ബുദ്ധിമാന്മാരുടെ ഭൂമിയായിക്കഴിഞ്ഞ ഈ വർത്തമാന കാലത്തിൽ ക്രിസ്തു സമ്പത്തിനെയോ സമ്പത്തുള്ളവരെ അല്ല, ദൈവത്തിനും മീതെ സമ്പത്തിനെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ച ആളുകളോട് കുറച്ച് അകലം പാലിച്ചു. ഇഷ്ടക്കേടുമല്ലായിരുന്നു, സഹതാപവും സങ്കടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യമാകും. എന്ത് ഭംഗിയായിട്ടാണ് ധനികനായ ഒരു മനുഷ്യൻ്റെ കഥ, ഭോഷനായ ധനികൻ അല്ലേ. അങ്ങനെയെങ്ങാണ്ടാണ് നമ്മളതിനെ തലക്കെട്ടിട്ട് വിളിക്കുന്നത്, ഭോഷനായ ധനികൻ. ഈ സുവിശേഷവും ബൈബിളും പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നു 3 സ്ഥലത്താണ് ഇങ്ങനെ ഭോഷൻ ദൈവം മനുഷ്യനെ വിളിക്കാനായിട്ട് മുതിർന്നിട്ടുള്ളത്. ഒന്ന്, ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ ആ കാറ്റഗറിയിൽപ്പെട്ട ഭോഷന്മാർ ദൈവമില്ല എന്ന് കരുതുന്നവരാണ് അല്ലേ. രണ്ടാമത്തേത്
ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഈ ഭോഷനായ ധനികനാണ്. ഭോഷ, ഈ രാവ് തീരും മുമ്പ് നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ നീ സമ്പാദിച്ചതും നേടിയതും കരുതിയതും ആർക്ക് ആവും? അവിടെ ഭോഷ എന്ന് വിളി ഒരു ധനികനായ മനുഷ്യന് കേൾക്കേണ്ടി വരുന്നുണ്ട്. മൂന്നാമത്തെ ഭോഷ വിളി കേൾക്കുന്നതും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലാണ്. 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ യാത്ര. അവർക്കൊപ്പം ക്രിസ്തുവും കൂടുന്നു. അവരുടെ സംസാരങ്ങൾക്ക് അവസാനം ഭോഷന്മാരെ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്, എല്ലാ കാര്യങ്ങൾക്കൊപ്പമായിട്ടും അതിൻ്റെ മർമ്മം ഗ്രഹിക്കുവാനായിട്ട് ഏകാഗ്രതയില്ലാതെ പോകുന്ന ആളുകളെ എന്നുള്ള അർത്ഥത്തിൽ. എന്തായാലും സമ്പത്തിനെ ദൈവത്തെക്കാളും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ആളുകളോട് ക്രിസ്തു ഒരു അകലം പുലർത്തിയിരുന്നു. ഈ ഒരു ഭോഷനായ ധനികൻ്റെ ആ കഥ പറയുന്ന സന്ദർഭം എന്താണ്? ഒരു മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ഗുരു, ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള സ്വത്തു തർക്കം പരിഹരിക്കുവാൻ അങ്ങ് മധ്യസ്ഥനാവണം. ക്രിസ്തു വല്ലാതെ ഈർഷ്യയോടെ, അസ്വസ്ഥതയോടെയാണ് അവനെ നേരിടുന്നത്. നിങ്ങൾക്കിടയിലെ സ്വത്ത് വിഭാഗിക്കുന്ന ഒരാളായിട്ട് നീ എന്നെ മാറ്റിയോ എന്നൊക്കെ, നിങ്ങൾക്കിടയിലെ ഒരു ന്യായാധിപനായി നീ എന്നെ മാറ്റിയോ എന്നൊക്കെ അവനോട് അസ്വസ്ഥതയിൽ തന്നെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ക്രിസ്തു അവിടെ വ്യക്തമാക്കുകയാണ്: അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നു കഴിയുക എന്നും മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്നും യേശു തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ജനക്കൂട്ടത്തെയാണ്. തൻ്റെ സഹോദരനുമായിട്ടുള്ള സ്വത്ത് ഭാഗം ചെയ്യുന്നതിൽ തൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളതാണ് വന്നവൻ്റെ ഉദ്ദേശം. തൻ്റെ കൂടെ, അതിനകത്ത് തന്നെ അനുമാനങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണെങ്കിൽ അന്യായമായി അയാൾ ആഗ്രഹിക്കുന്നുണ്ട് പലതും. അത്തരം അന്യായമായ വിഹിതം തനിക്ക് ലഭിക്കുവാനായിട്ട് ഉതകുന്ന വിധത്തിൽ അങ്ങ് ഒരു ന്യായാധിപനായിട്ട് മാറണം. അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ ആൾക്കൂട്ടത്തോട് പറയുന്നത്, അത്യാഗ്രഹങ്ങളിൽ നിന്ന് ബോധപൂർവം അകലുക. അവിടെയാണ് ധനികനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് ആ വർഷത്തെ വിളവെടുപ്പിൽ അതിഭയങ്കരമായ സമൃദ്ധിയുടെ വിളവുണ്ടായി. പ്രതീക്ഷിച്ചതിലൊക്കെ 100,000 മടങ്ങ് സമൃദ്ധിയുടെ വിഭവങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ആ തോട്ടത്തിലെ പണിക്കാർക്ക് ഒരു ബോണസിന് അർഹതയില്ലേ? മാത്രമല്ല, ക്ഷാമകാലം വരുമ്പോൾ അത് അവർക്കും ആ പ്രദേശത്തെ എല്ലാവർക്കും ഉപകരിക്കുന്ന വിധത്തിൽ ഇത്ര ഭംഗിയായി വിനിയോഗിക്കാമായിരുന്നു. ഒരു മനുഷ്യന് അനുഭവിക്കാനായിട്ട് കഴിയുന്ന സുഖത്തിനും സമ്പത്തിനുമൊക്കെ ഒരു പരിമിതിയില്ലേ, ഒരു പരിധിയില്ലേ? അത്തരം ഒരു ലിമിറ്റേഷൻ ജീവിതത്തിൽ ഇല്ലാതെ എന്തൊരു ആർത്തിയിൽ, അത്യാഗ്രഹത്തിലാണ് ഭൂമിയിലെ മനുഷ്യർ ജീവിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് ഏറ്റെടുക്കാവുന്നൊരു വലിയ നിലപാടുണ്ട്. എന്ത്? ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, ഉള്ളിലുണ്ടാകുന്ന ചെറുതും വലുതുമായ മോഹങ്ങളെയും വ്യാമോഹങ്ങളെയും ഒക്കെ അങ്ങൊന്ന് ശുദ്ധീകരിച്ചു തരണം. നല്ലൊരു പ്രാർത്ഥനയാണ്. അപ്പം ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുകയും ഉള്ളിലുണ്ടാകുന്ന അത്യാഗ്രഹങ്ങളെ ഒഴിവാക്കുവാനുമായിട്ടുള്ള ഒരു അവസരമാണ്. അതിനുള്ള ഒരുക്കകാലവും പരിശീലനത്തിൻ്റെ അവസരവുമാണ് നോമ്പുകാലം. ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുകയും അത്യാഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും വെളിച്ചവും വന്ന് നിറയുകയാണ്. അപ്പോൾ ഈ മനുഷ്യനാവട്ടെ, യേശു പറഞ്ഞ ഈ കഥയിലെ ഭോഷനായ ധനികനാവട്ടെ, തൻ്റെ വിഭവങ്ങളൊക്കെ തനിക്ക് വേണ്ടി മാത്രം കരുതുകയും സൂക്ഷിക്കുകയും സംഭരിക്കുകയും ചെയ്തു. സംഭരണശാലകളൊക്കെ അദ്ദേഹം പുതുക്കി പണിതു, വിസ്തൃതപ്പെടുത്തുകയാണ്. എന്നിട്ടോ 3 കാര്യങ്ങളിലേക്ക് തൻ്റെ സ്വാർത്ഥ ജീവിതത്തെ അദ്ദേഹം ചുരുക്കുകയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് ഒരു ആത്മീയ വിചാരവും ഇല്ല. ഭൗതികമായി തൻ്റെ ശരീരത്തിന് വേണ്ട തീറ്റയും കുടിയും ആനന്ദവും ഉറപ്പുവരുത്തുകയും ഒരുക്കുകയും ചെയ്യുന്നൊരു മനുഷ്യന്
തൻ്റെ ആത്മാവിനെക്കുറിച്ച്, അനന്തര ജീവിതത്തെക്കുറിച്ച് യാതൊരു വിചാരവും വ്യാകുലതയുമില്ല. എന്തൊരു അന്ധതയുടെ അവസ്ഥയാണ്! അപ്പുറത്ത് ഉള്ള ഒന്നിനെക്കുറിച്ച് ഒരു ധാരണയും കാഴ്ചയും ഇല്ലാത്ത ജീവിതം. ചില വീടുകളിൽ ചിലപ്പോൾ അപ്പന്മാരാവാം, അല്ലേ, ഭാര്യ, മക്കള്, അത്തരമൊരു ചിന്തയില്ലാത്ത വിധത്തിൽ അവർക്ക് അവരുടേതായ ജീവിതമുണ്ടെന്നോ സ്വാതന്ത്ര്യമുണ്ടെന്നോ ജീവിത മോഹങ്ങളുണ്ടെന്നോ ജീവിത ആവശ്യങ്ങളുണ്ടെന്നോ ഒന്നും ധാരണയില്ലാത്ത, കിട്ടുന്നത് മുഴുവൻ അയാൾ തന്നെ അയാളുടെ ഏറ്റവും സ്വകാര്യ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിട്ട് തന്നെത്താൻ ജീവിക്കുന്ന ചില അപ്പന്മാർ, ചില അമ്മമാർ വീട്ടിൽ ആ വീടിൻ്റെ വിളക്കാകേണ്ടതാണ് താനെന്നുള്ള വിചാരം മറന്നുകൊണ്ട്, ആ വീട്ടിലെ വെളിച്ചമാണ് താനെന്ന് മറന്നുകൊണ്ട്, ആ വീട്ടിലെ നിശബ്ദതയാണ് താനെന്ന് മറന്നുകൊണ്ട്, ആ വീട്ടിലെ ധ്യാനമാണ് താനെന്ന് മറന്നുകൊണ്ട് ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ എല്ലാവരോടുമുള്ള മുഴുവൻ കടമകളും ഉത്തരവാദിത്തങ്ങളും വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന അമ്മമാർ. മക്കളിലേക്ക് വന്നാൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത, മാതാപിതാക്കളോടും മുതിർന്നവരോടും ഗുരുക്കന്മാരോടുമൊക്കെ ഒരു ആദരവുമില്ലാത്ത, നിന്ദാപരമായി ഇടപെടുന്ന വിധത്തിലേക്ക് തലമുറ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത്രത്തോളം അന്ധതയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന എൻ്റെ ശരീരത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ആഹാരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോഴാണ് ഭോഷ ഈ രാവ് തീരും മുമ്പ് നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ നീ നേടിയത്, സ്വരൂപിച്ചതും സംഭരിച്ചതും സമ്പാദിച്ചതും ഒക്കെ ആർക്കാവും? അപ്പോൾ ക്രിസ്തു ഭൂമിയിൽ അകലം പാലിച്ച ഒരു കൂട്ടം ആളുകളായിരുന്നു ദൈവത്തിനു മീതെ സമ്പത്തിനെ പ്രതിഷ്ഠിക്കുന്ന ആളുകൾ. ഒരിക്കലും സമ്പന്നർക്കോ സമ്പത്തിനോ ക്രിസ്തു എതിരായിരുന്നില്ല. പക്ഷേ ഒരു അകലം പാലിച്ചു. ആരോട്? സമ്പത്ത്, ദൈവത്തിനു മീതെ സമ്പത്തിനെ, സമ്പാദ്യത്തെയും പ്രതിഷ്ഠിക്കുക. പിന്നെയോ തൻ്റെ സമ്പത്തും സമ്പാദ്യം കൊണ്ട് മറ്റാർക്കും ഒരു വിധത്തിലുള്ള ഒരു ചെറിയ പ്രയോജനം പോലും നൽകേണ്ടതില്ല എന്നുള്ള സ്വാർത്ഥതയുടെ ആളുകളോടും. അപ്പോൾ ക്രിസ്തു ഭൂമിയിൽ പാലിച്ച അകലങ്ങളെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ഈ അധികാരത്തോട് അമിതമായി ഭ്രാന്തുള്ള മനുഷ്യരുണ്ട്. ഒരു ദിവസം പോലും, അതിനകത്തൊരു മണിക്കൂർ നേരം പോലും അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനായിട്ട് സാധിക്കാത്ത ആളുകളില്ലേ? അവരെയും യേശു ശരിക്കും പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് അകറ്റി നിർത്തിയിട്ടില്ലേ? അല്ലെങ്കിൽ അവരിൽ നിന്ന് ക്രിസ്തു ബോധപൂർവം കുറച്ച് അകന്നു മാറി ജീവിച്ച ആളാണ്. അത് വെറുപ്പ് കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ അല്ല, കുറച്ചുമ്പേ പറഞ്ഞതുപോലെ സങ്കടവും സഹതാപവും തന്നെയാണ്. ആ ഏറ്റവും നല്ല ഉദാഹരണം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട 2 ശിഷ്യന്മാർ വന്ന്, യോഹന്നാനും യാക്കോബും, ജ്യേഷ്ഠ അനുജന്മാർ വന്ന് ചോദിക്കുന്നില്ലേ, മഹത്വത്തിൻ്റെ കാലത്ത്, നിന്റെ മഹത്വത്തിൻ്റെ നാളിൽ ഞങ്ങൾ ഒരുവനെ ഇടതും ഞങ്ങൾ ഒരുവനെ വലതും ആക്കി ഇരുത്തണം. ഒരു കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു. ഈ അധികാരത്തോട് ക്രിസ്തു എന്നും അത്തരമൊരു അകലം പുലർത്തിയിരുന്നു. എന്നിട്ട് ഇന്ന് ഈ വർത്തമാനകാലത്ത് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ഭക്തരായി നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അധികാരത്തോടുള്ള മോഹവും വ്യാമോഹവും അതിനു വേണ്ടിയിട്ടുള്ള ദുഷ്ടക്കൂട്ടുകളും എന്തുമാത്രം വലുതാണ്. ജീവിതത്തിൽ ഇത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ധാരണ പോലും നമ്മൾക്കില്ലാതായി. പീലാത്തോസ് ഒരു വലിയ അധികാരിയായിരുന്നു, ഗവർണറായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായാധിപനായിരുന്നു. ആ ഒരു ഗർവിൽ, ആ ഒരു അഹന്തയിൽ ഇങ്ങനെ നിശബ്ദനായിട്ട് വിസ്താരവേളയിൽ മുഴുവൻ നിൽക്കുന്ന ക്രിസ്തുവിനെ നോക്കി ആശ്ചര്യം കൊള്ളുന്നുണ്ട്. മടുത്തിട്ട് പറഞ്ഞു, നീ എന്തേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നീ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ നീ ഒരു കാര്യം ഓർത്തോ, നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ വെറുതെ വിടുവാനും അധികാരമുള്ള ആളാണ് ഞാൻ. പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പീലാത്തോസ് പറഞ്ഞത് സത്യമാണ്. പക്ഷേ അപ്പോൾ മാത്രം ക്രിസ്തു തല ഉയർത്തി, അപ്പോൾ മാത്രം ക്രിസ്തു വാ തുറന്നു. എന്ത് ഭംഗിയായിട്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു ഇങ്ങനെ ആ ന്യായാധിപൻ്റെ, ആ ഗവർണറുടെ, അധികാരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആയിരിക്കുമല്ലോ ഇത് ചോദിച്ചത്. മുകളിൽ നിന്ന് നിനക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മീതെ ഒരധികാരവും നിനക്കുണ്ടാകുകയില്ലായിരുന്നു.
ഭൂമിയിലെ അധികാരത്തിൻ്റെ ഭ്രമത്തിലും ഭ്രാന്തിലും അകപ്പെട്ട് അതിനുവേണ്ടി മാത്രം മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ വേദഭാഗം യേശുവചനം ഒന്ന് വായിച്ച് കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിരുന്നാൽ എന്തൊരു വെളിച്ചമുണ്ടാകും അവരുടെ ജീവിതത്തിൽ. പീലാത്തോസിനോട് യേശു പറയാം, മുകളിൽ നിന്ന് അനുവദിച്ച് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മീതെ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. ഭൂമിയിലെ എല്ലാ അധികാരവും ദൈവം മനുഷ്യരുടെ ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി ഏൽപ്പിച്ചു തന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യമേ നഷ്ടപ്പെടുത്തുകയാണ്. അവിടെ മുതലാണ് മനുഷ്യരുടെ ഈ പ്രശ്നം. ഇപ്പോൾ ക്രിസ്തുവിനൊരു മഹത്വത്തിൻ്റെ കാലമുണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ആ 12 പേർക്കകത്തുനിന്ന് യാക്കോബും അനുജൻ യോഹന്നാനും മാത്രം വളരെ രഹസ്യമായൊരു ധാരണയിലെത്തുകയാണ്. എന്ത്? അവൻ്റെ ഇടതും വലത്തും നമ്മളായിരിക്കണം. അത് ഒന്ന് ഉറപ്പുവരുത്താൻ, മുൻകൂട്ടി ഉറപ്പുവരുത്താനായിട്ട് യേശുവിനെ സമീപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ മഹത്വത്തിൻ്റെ നാളിൽ ഞങ്ങളെ തന്നെ ഇടതും വലത്തുമാരി. അപ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ, ഞാൻ വഹിക്കുന്ന കാസ വഹിപ്പാനായിട്ട്, ഈ സഹനത്തിൻ്റെ സ്നാനം സ്വീകരിപ്പാനായിട്ട് നിങ്ങൾ ഒരുക്കമാണോ? ഒന്നും ആലോചിക്കാതെ അവർ ഒരുക്കമാണെന്ന് പറയുക. അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് മഹത്വത്തിൻ്റെ കാലത്തെ ആ വലിയ അധികാരത്തിൻ്റെ ഇരിപ്പിടം മാത്രമായിരുന്നു. പത്രോസ്ലീഹ ഒരിക്കൽ ഇങ്ങനെ വല്ലാത്ത സങ്കടത്തിലാവാൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്. മത്താസ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഞങ്ങൾ നിന്നെ പ്രതി എല്ലാം ഉപേക്ഷിച്ചു, കുടുംബം, മാതാപിതാക്കൾ, തൊഴിൽ, സമ്പത്തെല്ലാം, ഒടുവിൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? ശരിക്കും പറഞ്ഞാൽ എന്തൊരു കഷ്ടം പിടിച്ച ചോദ്യമല്ലേ. ഞങ്ങളിങ്ങനെ നിന്നെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് കണക്ക് പറയുകയാണ്, നിനക്ക് വേണ്ടി അർപ്പിച്ചത് ഇതൊക്കെയാണ്, ഒടുവിൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ റിട്ടേൺ, തിരിച്ചു വരവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്തതും. അപ്പോൾ ഭൂമിയിൽ യേശുക്രിസ്തു കുറച്ച് അകലം ബോധപൂർവം പാലിച്ച രണ്ടാമത്തെ കൂട്ടർ വല്ലാത്ത അധികാര മോഹികളോടാണ്. അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് ക്രിസ്തുവിന് യാതൊരു വെറുപ്പുമില്ലായിരുന്നു, ഒരു വെറുപ്പുമില്ല. ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടാക്സ് കൊടുക്കുന്ന സമയത്ത് തർക്കം വരുമ്പോൾ ആർക്കും ഒരു ഇടർച്ച ഉണ്ടാവണ്ട, കൊടുത്തേക്കാൻ പറയുന്നതും നിയമമൊക്കെ പാലിക്കേണ്ടതാണെന്ന് ക്രിസ്തു നമ്മൾക്ക് കൂടി പറഞ്ഞു തരിക. പക്ഷേ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയും ഒരിക്കലും മറ്റൊരാൾ ഈ സ്ഥാനത്ത് വരും. നമ്മളെല്ലാം അങ്ങനെയാണ്. ഒരാളെ ഒന്ന് കൈപിടിച്ചുയർത്താനായിട്ട് സാധിക്കത്തില്ല, അല്ലേ? അത്രമാത്രം ഒരു വിശാലത നമുക്കില്ലാതെ പോകുന്നുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ ഇത് മതിയെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പുറകോട്ട് മാറി നിൽക്കാനായിട്ട് എത്ര ആളുകൾക്ക് സാധിക്കും? ഞാനിങ്ങനെ ഓർക്കും, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ ഓർക്കും. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇപ്പോഴും മാർപ്പാപ്പയായി തുടരാമായിരുന്നു എന്നുള്ളതാണ്. എന്തുമാത്രം പ്രായാധിക്യവും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകളും അപര്യാപ്തതകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരാമായിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. എന്നിട്ടും ഒരു സമയമായപ്പോൾ ഞാനിതാ മാറുകയാണ് എന്ന് പറയാനായിട്ട് കാണിച്ച ഒരു വലിയ വെളിച്ചവും ബോധവും സ്നേഹവും ഒക്കെ എത്രയോ വലുത്, അളക്കുവാനാവാത്ത, നമുക്കത് അഭിനന്ദിക്കുവാൻ പോലും ആവാത്തത്ര വലുതാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും തങ്ങളുടെ ഈ ചെറിയ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെയൊക്കെ വളരെ ആത്മാർത്ഥതയോടെ നിർവഹിച്ചിട്ട് മാറുക. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നല്ല സേവകരെക്കുറിച്ച് ഇങ്ങനൊരു ഭാഗമില്ലേ? ഞങ്ങൾ കടമ നിർവഹിച്ചതേ ഉള്ളൂ, ഏൽപ്പിച്ച കടമ നിർവഹിച്ചതേ ഉള്ളൂ, ഞങ്ങളോ പ്രയോജനമില്ലാത്ത ദാസന്മാർ. അതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ ശരിക്കും ഭാരം തോന്നും. അങ്ങനെയല്ലല്ലോ നമ്മൾ ഓരോരുത്തരുടെയും, ഇന്നിലെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ നമ്മൾ ഓരോരുത്തരുടെയും മനോഭാവം അതല്ല. ഏറ്റവും മിടുക്കൻ ഞാനാണെന്ന് ദൈവമേ നിനക്ക് ബോധ്യപ്പെട്ടിട്ട് നീ എന്നെ ഏൽപ്പിച്ചതാണ്, അത് ഞാനിതാ ചെയ്തിരിക്കുന്നു, അത്രയും ഒരു ഭാവമാണ്. പക്ഷേ ക്രിസ്തു പറഞ്ഞ ഈ കഥയിലാവട്ടെ, ഞങ്ങൾ കടമ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ, ഞങ്ങളോ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ഞങ്ങളിതാ മാറുകയാണ്. ഇപ്പോൾ യജമാനൻ വന്ന് പകൽ മുഴുവന് തോട്ടത്തിൽ അധ്വാനിച്ചിട്ട് ആ ജോലിക്കാർ തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുകയല്ല, യജമാനന് വേണ്ടി അത്താഴം ഒരുക്കുക. ആ അത്താഴം ഒരുക്കി യജമാനനെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം ദാസന്മാർ പറയുകയാണ്, ഞങ്ങളോ പ്രയോജനമില്ലാത്ത ദാസന്മാർ, കടമ നിർവഹിച്ചതേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു വിനയബോധം അധികാരം കൈയാളുന്ന ഏതൊരാൾക്കും ആവശ്യമാണ്.
നമ്മൾ കടന്നു ചെല്ലുന്ന ഡോക്ടർമാർ, വൈദികർ, അധ്യാപകർ, വക്കീലന്മാർ, ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകളും പ്രകടിപ്പിക്കുന്ന മനോഭാവം എന്ത് വേഗം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നറിയാം. അതൊരു സേവനത്തിന് വേണ്ടി അത്രമാത്രം വിശ്വസ്തത ദൈവത്തിന് നമ്മളോട് തോന്നിയത് കൊണ്ട് നമ്മളെ വിളിച്ചേൽപ്പിച്ചതാണെന്നുള്ള ധാരണയിൽ നമുക്ക് മുമ്പിൽ വരുന്ന ആളുകളെ നമ്മളെക്കാൾ വലിയവരായിട്ട് കണ്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഗാന്ധിജിയൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? സ്ഥാപനങ്ങൾക്കൊക്കെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉടമസ്ഥനല്ല, കടന്നു വരുന്ന ഉപഭോക്താവാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള വെറുതെ ഒന്ന് വായിച്ചാൽ നമുക്ക് ആ മഹാത്മാവിൻ്റെയും വലിപ്പം മനസ്സിലാവും. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളുണ്ട്, ക്രിസ്തുബോധപൂർവം ഇത്തിരി അകലം പാലിച്ച്. അവരാരായിരുന്നു? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിച്ച ആളുകളുണ്ട്. എല്ലാ ബന്ധങ്ങൾക്കകത്തും അതങ്ങ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെയും മനുഷ്യരെയും ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്നൊരു കൂട്ടരും. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ ഉപയോഗിക്കുക. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25-26 വരുമ്പോൾ യേശു പറയുകയാണ്, അടയാളം കണ്ടതുകൊണ്ടല്ലല്ലോ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്, പിന്നെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടെന്ന് മാത്രമല്ല, ഇനിയും അപ്പം തിന്നാൻ കിട്ടണമെന്നുള്ള വ്യാമോഹം കൊണ്ടും കിട്ടുമെന്നുള്ള ഉറപ്പ് കൊണ്ടും നിങ്ങൾ എന്നെ പിന്നാലെ വരുന്നു. അപ്പോൾ അപ്പത്തിന് വേണ്ടി മാത്രം എന്നെ അന്വേഷിക്കാതെ, അതും യേശു പറയുന്നത് ഇങ്ങനെയാണ്, നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി മാത്രം എന്നെ അന്വേഷിക്കാതെ അനശ്വരമായ രക്ഷയെ അന്വേഷിച്ച് എന്നെ പിന്നാലെ വരിക. അപ്പോൾ ക്രിസ്തുവിന് ഇഷ്ടമില്ലാതിരുന്ന ഒരു മൂന്നാമത്തെ കൂട്ടം ആളുകളായിരുന്നു ഇത്. ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറമേയുള്ള ഒരു സൗഖ്യം ആഗ്രഹിക്കുക, അകമേ കിട്ടേണ്ട രക്ഷ ആഗ്രഹിക്കാതിരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കാതിരിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കാതിരിക്കുക. അപ്പോൾ ഒരു നോമ്പ് കാലം നമ്മൾ പതിയെ ക്രിസ്തുവിലേക്ക് കുറച്ചും കൂടി അടുത്ത് ചെല്ലുന്ന ഒരു അനുഭവമാണ്. സുവിശേഷ വായനയിലൂടെ, സുവിശേഷ ശ്രവണത്തിലൂടെ, നിശബ്ദമായ ധ്യാനത്തിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ, നമ്മളായിരിക്കുന്ന പരിസരത്തെയൊക്കെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ബോധപൂർവം യേശുക്രിസ്തു അകലം പാലിച്ച 3 ഇടങ്ങളെയും 3 കൂട്ടം മനുഷ്യരെ നമ്മൾ മറന്നു പോകരുത്. ഒന്നാമത്, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് മീതെ സമ്പത്തിന് സ്ഥാനം കൊടുത്ത ആളുകൾ, നമുക്ക് പരിചിതങ്ങളാണ് ഇവരെയെല്ലാം. രണ്ടാമത്, അധികാരം അത് ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിച്ച ഒരു നിയോഗമോ ഉത്തരവാദിത്വമോ ആണെന്ന് മനസ്സിലാക്കാതെ പോയ ആളുകൾ. മൂന്നാമതാവട്ടെ, ഭൗതിക കാര്യങ്ങൾ മാത്രം മതി എന്ന ധാരണയിൽ ജീവിക്കുന്ന ആളുകൾ. ഇവരിൽ നിന്ന് യേശു ബോധപൂർവം അകലം പാലിച്ചുവെങ്കിൽ യേശുവിലായിരിക്കുന്ന, യേശുവിൻ്റെ നാമം പേർന്ന് അനുയായികളായിരിക്കുന്നു, യേശുവിനെ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട ഭക്തർ ഈ നോമ്പിൻ്റെ കാലത്ത് ബോധപൂർവം അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ 3 കാര്യങ്ങളെ ഉറപ്പായി ഒഴിവാക്കാൻ പരിശീലിക്കുക. ഒന്ന്, സമ്പത്തിനെ ഒഴിവാക്കാനല്ല, ദൈവത്തിന് മീതെ സമ്പത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രയോറിറ്റി ഒന്ന് മാറ്റിമറിക്കുക, ആ മുൻഗണനാക്രമത്തെ ഒന്ന് മാറ്റിമറിക്കുക. 2, അധികാരവുമായി ബന്ധപ്പെട്ട വിഭ്രാന്തികളും നമ്മളുടെ മോഹങ്ങളും വ്യാമോഹങ്ങളും എല്ലാം ഒന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ. മൂന്നാമത്, ഭൗതിക കാര്യങ്ങൾ വേണ്ടെന്നല്ല, തീർച്ചയായിട്ടും വേണം. ഭൗതിക കാര്യങ്ങൾക്കപ്പുറത്ത് ആത്മീയ കാര്യങ്ങൾക്ക് ജീവിതത്തിന് പ്രാധാന്യവും ജീവിതത്തിൽ പ്രസക്തിയുമുണ്ടെന്ന്, പ്രാധാന്യവുമുണ്ടെന്ന് ഓരോരുത്തരും തിരിച്ചറിയാനായിട്ട് ഈ ഒരു വിചാരങ്ങൾ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Maria.